അബയോട്ടിക് ഫാക്ടറിൽ നാലാമത് വരുന്നതാണ് സോയിൽ. സോയിലിൽ ഈ പറഞ്ഞ ലിവിങ് ഓർഗാനിസത്തിനുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. നേച്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ വേരി ചെയ്തിരിക്കും. ഓരോ സ്ഥലത്തും ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സോയിലിൻ്റെ നേച്ചർ മാറി മാറിയിരിക്കും. ഒരു പ്രദേശത്ത് കാണുന്ന സോയിൽ പോലെ ആയിരിക്കില്ല വേറൊരു പ്രദേശത്ത് കാണുന്ന സോയിൽ. സോ സോയിൽ എവിടെ നിന്നാണ് ഫോം ചെയ്യണേ? ഈ എർത്തിൻ്റെ ക്രസ്റ്റിൻ്റെ അപ്പർ മോസ്റ്റ് ലെയറിൽ നിന്നാണ് എന്ത് സോയിൽ ഫോം ചെയ്യുന്നത്. സോ സോയിൽ ഫോം ചെയ്യുന്നത് ഒരു പാരൻറ്റ് മെറ്റീരിയൽ നിന്നാണ്. അല്ലെങ്കിൽ ആ പാരൻറ്റ് മെറ്റീരിയൽ ഏതാണ് സോയിൽ ഫോം ചെയ്യുന്നത്? റോക്ക്. സോ റോക്കാണ് കൺവേർട്ട് ചെയ്ത് സോയിലായിട്ട് മാറുന്നത്. സോ റോക്ക് വെതറിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെയാണ് സോയിലായിട്ട് മാറുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ വെതറിങ് പ്രോസസ്സ്, പാറ പൊടിയൽ. സോ റോക്ക് അല്ലെങ്കിൽ പാരൻ മെറ്റീരിയൽ വെതറിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ സോയിലായിട്ട് കൺവേർട്ടഡ് ആവുന്നു. സോ ഈ സോയിലിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യണത് ചില ഫാക്ടേഴ്സുകളുണ്ട്. സോ നേച്ചർ ഓഫ് ദ സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തും വേറെ വേറെ ആയിരിക്കും. ഈ നേച്ചർ ഓഫ് ദ സോയിലിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഒന്ന് ആ സ്ഥലത്തെ ക്ലൈമറ്റ്, രണ്ടാമത്തത് വെതറിങ് പ്രോസസ്സ്. ഏത് ടൈപ്പ് വെതറിങ് പ്രോസസ്സിലൂടെയാണ് ഈ പാരൻറ്റ് മെറ്റീരിയൽ അഥവാ റോക്കിൽ നിന്ന് സോയിൽ ഫോം ചെയ്ത്? വെദർ ദ സോയിൽ ട്രാൻസ്പോർട്ട് ചെയ്തതാണോ അതോ സെഡിമെൻ്റ് ചെയ്തതാണോ? സെഡിമെൻ്ററി ആണോ ട്രാൻസ്പോർട്ടഡ് ആണോ? അതുപോലെ സോയിൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടന്നത്? ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ സോയിലിൻ്റെ നേച്ചർ തീരുമാനിക്കുക. സോ നേച്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ഓരോ പ്ലേസിലും വേരി ചെയ്തിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്യണത് ക്ലൈമറ്റ് അവിടുത്തെ, അതുപോലെ വെതറിങ് പ്രോസസ്സ്. വെതറിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് സോയിൽ ട്രാൻസ്പോർട്ടഡ് ആണോ സെഡിമെൻ്ററി ആണോ, എങ്ങനെയാണ് സോയിൽ ഡെവലപ്മെൻറ്റ് നടന്നത്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ സോയിലിൻ്റെ പ്രോപ്പർട്ടി അഥവാ നേച്ചർ. അതുപോലെ സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, സവിശേഷതകൾ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ സോയിലിൻ്റെ കോമ്പോസിഷൻ. സോയിൽ കോമ്പോസിഷൻ എന്താണ്? ഗ്രെയിൻ സൈസ്, സോയിലിൻ്റെ ഗ്രെയിൻ്റെ സൈസ് എങ്ങനെയാണ്? ഇപ്പോൾ ഗാർഡൻ സോയിൽ, റോഡ് സോയിൽ, ലൂമി സോയിൽ, എല്ലാ സോയിലും പല ടൈപ്പായിരിക്കും. അവിടെയൊക്കെ സോയിൽ കോമ്പോസിഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും, അവിടുത്തെ ഗ്രെയിൻ സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അഗ്രിഗേഷൻ. സോ സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സോയിൽ കോമ്പോസിഷൻ, എന്തൊക്കെ മിനറൽസ്, എന്തൊക്കെ ഓർഗാനിക് മാറ്ററുകളുണ്ട്, അതുപോലെ ആ ഗ്രെയിൻ്റെ സൈസ് മൈന്യൂട്ടാണോ ഹാർഡാണോ മീഡിയം ആണോ, അതുപോലെ തന്നെ അഗ്രിഗേഷൻ. സോ ഇത്രയുമാണ് സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അത് എന്തിനെ ഡിറ്റർമിൻ, സോയിലിൻ്റെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് പെർക്കൊളേഷൻ, വെള്ളം ഊറുക എന്ന് പറയും. പെർക്കൊളേഷൻ ആൻഡ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. സോ ഓരോ സോയിലിൻ്റെയും പെർക്കൊളേഷൻ, അതിലൂടെ എത്രത്തോളം വെള്ളം ഊറും, ആ പെർക്കൊളേഷൻ കപ്പാസിറ്റിയും വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും ഓരോ സോയിലിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ സോയിലിൻ്റെ കോമ്പോസിഷൻ എന്താണ്, എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് ആ സോയിലിൽ, എന്തൊക്കെ കോമ്പോസിഷൻ മിനറൽസ്, എന്തൊക്കെ ഓർഗാനിക് മാറ്റർ ഉണ്ട്, അതുപോലെ എന്തൊക്കെ അതിൻ്റെ ഗ്രെയിൻ സൈസ്, ഏത് സൈസാണ്, സ്മോൾ ആണോ മൈന്യൂട്ടാണോ സ്മൂത്താണോ ഹാർഡാണോ, സോ ഗ്രെയിൻ സൈസ്. അതുപോലെ അഗ്രിഗേഷൻ. സോ ഓരോ സോയിലിൻ്റെയും വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അതുപോലെ തന്നെ പെർക്കൊളേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ലൈക്ക് സോയിൽ കോമ്പോസിഷൻ, ഗ്രെയിൻ സൈസ് ആൻഡ് അഗ്രിഗേഷൻ ആണ്. ഇനി ഇത് മാത്രമല്ല സോയിലിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനോടൊപ്പം തന്നെ വേറെ കുറച്ച് പാരാമീറ്റേഴ്സും കൂടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ സോയിലിൻ്റെ പി എച്ച്. നമ്മൾ വാട്ടറിന് പറയുന്ന പോലെ തന്നെ സോയിലിനുണ്ട്. ഒരു പെർട്ടിക്കുലർ പി എച്ചിലാണ് ഓരോ പെർട്ടിക്കുലർ പ്ലാന്റ്സുകളും ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. സോ സോയിലിൻ്റെ പി എച്ച്, സോയിലുള്ള മിനറൽ കോമ്പോസിഷൻ, സോയിലിൻ്റെ ടോപ്പോഗ്രാഫി. ടോപ്പോഗ്രാഫി എന്ന് പറഞ്ഞാൽ എവിടെയുള്ള സോയിലാണ്, അപ്പോൾ ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ സവിശേഷതയുണ്ട്. സോ ആ പ്രദേശത്തെ സോയിലിന് ആ ഒരു പ്രത്യേകത ഉണ്ടാവും. സോ ആ പ്രദേശത്തിൻ്റെ സവിശേഷതയാണ് നമ്മൾ ടോപ്പോഗ്രാഫി. അതുപോലെ മിനറൽ കോമ്പോസിഷൻ, ഇതൊക്കെയാണ് അവിടെ ഏതൊക്കെ ടൈപ്പ് വെജിറ്റേഷൻ ആ ഏരിയയിൽ കാണുമെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകളായ സോയിൽ കോമ്പോസിഷൻ, ഗ്രെയിൻ സൈസ്, അതുപോലെ തന്നെ
അഗ്രിഗേഷൻ. അതോടൊപ്പം തന്നെ സോയിലിൻ്റെ പാരാമീറ്റേഴ്സായ pH, മിനറൽ കോമ്പോസിഷൻ, ടോപ്പോഗ്രാഫി, ആ പ്രദേശത്തിൻ്റെ സവിശേഷത, ഇതൊക്കെ അവിടെ ഏതൊക്കെ ടൈപ്പ് വെജിറ്റേഷൻ ആ സോയിൽ കാണുമെന്ന് തീരുമാനിക്കും. സോ വെജിറ്റേഷൻ ഇൻ എനി ഏരിയ, ഏത് സ്ഥലത്തെ വെജിറ്റേഷനും തീരുമാനിക്കുന്ന ഫാക്ടറുകളാണ് സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും സോയിലിൻ്റെ ഈ പാരാമീറ്റേഴ്സും. ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് കോമ്പോസിഷൻ, ഗ്രെയിൻ സൈസ്, അഗ്രിഗേറ്റ്, പാരാമീറ്റേഴ്സ് ലൈക്ക് pH, മിനറൽ കോമ്പോസിഷൻ, ടോപ്പോഗ്രാഫി. അതേസമയം സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് അതിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിനെയും പെർക്കുലേഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ. ഇനി ഏത് ടൈപ്പ് വെജിറ്റേഷൻ ഉള്ളതെന്ന് തീരുമാനിക്കുന്നത് ഇത് രണ്ടുമാണ്, സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും സോയിലിൻ്റെ പാരാമീറ്റേഴ്സും. സോ ആ വെജിറ്റേഷൻ തീരുമാനിക്കും ഏതൊക്കെ ടൈപ്പ് അനിമൽസ് അവിടെ സപ്പോർട്ട് ചെയ്യുന്നു. സോ ഈ ടൈപ്പ് പ്ലാന്റ്സും അല്ലെങ്കിൽ വെജിറ്റേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അനിമൽസ് അവിടെ വളരും. സോ ദാറ്റ് ഡിറ്റർമിൻസ് ദ ടൈപ്പ് ഓഫ് അനിമൽസ് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ അക്വാട്ടിക് എൻവയോൺമെൻറ്റ് എടുത്താലും. സോ അക്വാട്ടിക് എൻവയോൺമെൻറ്റിലും അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ സെഡിമെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അക്വാട്ടിക്കിൽ ആ വെള്ളത്തിന് താഴെ കാണുന്ന ആ സോയിൽ, ആ അവിടെ സെഡിമെൻ്റ് ചെയ്യുന്ന അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ തീരുമാനിക്കും ഏതൊക്കെ ടൈപ്പ് ഓഫ് ബെന്തിക് അനിമൽസ് അവിടെ സർവൈവ് ചെയ്യണമെന്ന്. ബെന്തിക് അനിമൽസ് എന്ന ബോട്ടം ഡ്വല്ലേഴ്സ്, ഈ വെള്ളത്തിൻ്റെ ഏറ്റവും താഴെ കാണുന്ന അവിടുത്തെ സോയിലുമായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന അനിമൽസ്, അല്ലെങ്കിൽ അവരൊക്കെയാണ് ബോട്ടം ഡ്വല്ലേഴ്സ്. സോ ബെന്തിക് അനിമൽസ് ഏതൊക്കെ അവിടെ കാണുമെന്ന് തീരുമാനിക്കുന്നത് അക്വാട്ടിക് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അക്വാട്ടിക് ഹാബിറ്ററ്റിൽ അവിടുത്തെ സെഡിമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ സെഡിമെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവിടുത്തെ ബെന്തിക് അനിമൽസ്, ബോട്ടം ഡ്വല്ലേഴ്സ് ആരൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ചുള്ള ബോട്ടം ഡ്വല്ലേഴ്സ് അല്ലെങ്കിൽ ബെന്തിക് അനിമൽസ് ആണ് കാണുക. ഫോർ എക്സാമ്പിൾ അവിടെ നമുക്ക് സ്റ്റാർ ഫിഷിനെ കാണാം, കോറൽസിനെ കാണാം, അതുപോലെ സ്പോഞ്ച്, സ്റ്റാർ ഫിഷ്, കോറൽസ്, ബാക്ടീരിയ ഉണ്ടാവാം, സ്നെയിൽ, അതുപോലെ സ്ലഗ്, അതുപോലെ ആംഗ്ലർ ഫിഷ്, ഇതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അനിമൽസ് അവിടുത്തെ സെഡിമെൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അനുസരിച്ച് നമുക്ക് ഈ ബെന്തിക് അനിമൽസ് അല്ലെങ്കിൽ ബോട്ടം ഡ്വല്ലേഴ്സ് ആയിട്ട് അക്വാട്ടിക് എൻവയോൺമെൻറ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ എബയോട്ടിക് ഫാക്ടേഴ്സുകളാണെങ്കിലും, ടെമ്പറേച്ചർ ആണെങ്കിലും, ലൈറ്റ് ആണെങ്കിലും, വാട്ടർ ആണെങ്കിലും, അതുപോലെ തന്നെ സോയിലും, ഈ 4 എബയോട്ടിക് ഫാക്ടറുകളും ഓരോ ലിവിങ് ഓർഗാനിസത്തിനും അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പല നോൺ ലിവിങ് ആയിട്ടുള്ള എബയോട്ടിക് ഫാക്ടേഴ്സാണ്. ഈ ഫാക്ടറുകൾ പല തരത്തിലായിരിക്കും അതിലെ ഓരോ ഓർഗാനിസത്തിനെയും ഹെൽപ്പ് ചെയ്തിട്ട് സർവൈവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സോ ഓരോ നോൺ ലിവിങ് ഫാക്ടേഴ്സും എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും സർവൈവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ ആൻഡ് സോയിൽ, ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അബയോട്ടിക് അഥവാ നോൺ ലിവിങ് ഫാക്ടേഴ്സാണ് ഓരോ ലിവിങ് ഓർഗാനിസത്തിനെയും അഡാപ്റ്റ് ചെയ്യാനും സർവൈവ് ചെയ്യാനും അവരുടെ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും.